കാറും ആൾക്കാരെയും കൊണ്ട് പള്ളിമുറ്റം നിറഞ്ഞിട്ടുണ്ട്. ഡെന്നിയുടെ കാറാണ് ആദ്യം വന്നത്. അരുണയും ഹരിയും നീരജയും കാറിൽ നിന്നിറങ്ങി. വയറ്റിൽ ഗോൾഡൻ കരയുള്ള കസവുമുണ്ടും ജുബ്ബയുമാണ് ഡെന്നിയുടെ വേഷം. വലത് കാലുയർത്തി മുണ്ടിൻ്റെ തുമ്പിൽ പിടിച്ച് മുന്നോട്ട് നടന്നതും അരുണ ചിരിച്ചു. എന്താടി എൻ്റെ ചെക്ക, നീ മുണ്ടും മടക്കും, അവളത് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഡെന്നിച്ചായൻ്റെ കരച്ചിൽ അതെൻ്റെ ചെവിയിൽ കേൾക്കാം. അല്ല, നീ കരഞ്ഞായിരുന്നു അരുണ? ഡെന്നി തല താഴ്ത്തി അവളുടെ വയറ്റിലേക്ക് നോക്കി. ചെക്കന് ധൃതി കൂടിപ്പോയി അല്ലേടി? ഹരിക്കുട്ടനെ കുറ്റം പറയണ്ട, എനിക്ക് സഹിക്കില്ല കേട്ടോടാ. ഓ, അപ്പം നീയും ആള് മോശമല്ല. അവൾ തല കുലുക്കി. പള്ളിക്ക് അകത്തേക്ക് കയറി. അവിടെ വല്യമ്മച്ചിയും സാറാമ്മയും നാൻസിയും മാനുവലും ബന്ധുക്കളെല്ലാവരും ഉണ്ട്. ആദ്യമായി പപ്പയ്ക്കും അമ്മയ്ക്കും ഒപ്പമുള്ള യാത്രയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നു. താഴേക്ക് ഒഴുകും മുന്നേ സക്രിയയുടെ കൈ അവയെ തുടച്ചു നീക്കി. എന്താണ് മോളെ, ഇന്ന് കരയാൻ പാടില്ല. പപ്പ അയാളിലേക്ക് ചാരി കിടന്നു. മേരിക്കുട്ടിക്ക് സന്തോഷം മാത്രമായിരുന്നു. എന്നാലും എന്തിനു വേണ്ടിയെന്ന് പറയാതെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം നെഞ്ചിലേക്ക് വന്നു വീണു. മേരി പെട്ടെന്ന് ബാക്ക് ഡോർ തുറന്നിറങ്ങി. പപ്പ, വീണ്ടും കൊതിയോടെ അവൾ വിളിക്കുന്നുണ്ട്. അയാൾ തല താഴ്ത്തി നെറ്റിയിൽ വാത്സല്യം മാത്രം നിറഞ്ഞ ചുംബനം നൽകി. അവളുടെ കണ്ണിലേക്ക് നോക്കി. സമയായി. കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ ഡെന്നീസിൻ്റെ ഭാര്യയാണ് ഈ മാലാഖ. നാളെ നിങ്ങൾ പോവും. ഒരുപാട് വേദനിപ്പിച്ച അപ്പനെ കൊച്ചു മറക്കോ? എന്താ പപ്പ ഇങ്ങനെ? എനിക്കിഷ്ടം എൻ്റെ പപ്പയെ. മോളിരിക്ക്, ഇപ്പോൾ ഇറങ്ങണ്ട. സക്രിയ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു. അവൾക്ക് നേരെ വലം കൈ നീട്ടി. ആ കൈയിൽ ഇടം കൈ ചേർത്തു. വലം കൈ വെച്ച് ഫ്രോക്ക് ഉയർത്തി പിടിച്ചിറങ്ങി. വലതുവശത്ത് അമ്മയും ഇടതുവശത്ത് പപ്പയും. അവൾ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടത്തോടെ നോക്കുന്നുണ്ട്. അതെല്ലാം ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ ഒപ്പിയെടുത്തു. ഡെന്നിക്ക് അടുത്തായി നിന്നതും അവൻ തല പതിയെ ചരിച്ചു. വൈറ്റ് ഫ്രോക്കിൽ അതീവ സുന്ദരിയായി തൻ്റെ പെണ്ണ്, ഒരു ബാർബി ഡോളിനെ പോലെ. അനി. പതിയെ അത്രമേൽ പ്രണയത്തോടെ അവൻ വിളിച്ചതും കണ്ണുകൾ തമ്മിൽ ഉടക്കി. നോട്ടം മാറ്റാൻ കഴിയുന്നില്ല. ഹൃദയം ചാടിത്തുള്ളുന്നു. ഒരു സൂചി വീണാൽ കേൾക്കാം എന്ന രീതിയിൽ നിശബ്ദമായ ദേവാലയം. പുരോഹിതരുടെ പ്രാർത്ഥനാസ്വരം. മന്ത്രകോടിക്ക് മേലെ ഇരുന്ന മിന്നെടുത്ത് അച്ഛൻ ഡെന്നിക്ക് നേരെ നീട്ടി. അവളുടെ കഴുത്തിൽ അവൻ്റെ മിന്ന് ചേർക്കപ്പെട്ടതും മഴ അതിൻ്റെ താളത്തിൽ പെയ്യാൻ തുടങ്ങി. ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള മന്ത്രകോടി തലയിൽ ചൂടിക്കൊടുത്തതും ഊർന്നു പോകാതെ രണ്ട് കൈയും വെച്ചും അവളതിനെ മുറുകെ പിടിച്ചു. ഡെന്നിച്ച, പതിയെ ആരും കേൾക്കാതെ വിളിച്ചു. അവൻ പുഞ്ചിരിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. വല്യമ്മച്ചി, ഞങ്ങളൊന്ന് വല്യപ്പച്ചനെ കണ്ടിട്ട് വരാം, ഡെന്നി പറഞ്ഞു. ഞാനും വരുന്നുണ്ട് മക്കളെ. എന്താ മേരി, മുഖം വല്ലാതെ? ഇച്ചായ, മോള് നാളെ പോവുകയാണ്. ഇന്നുകൂടി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൺകുളിർക്ക് കാണാം. പിന്നെ പറ്റില്ലല്ലോ. എൻ്റെ മേരി, ഈ സാഹചര്യവും മറികടക്കണം. കൊച്ചിൻ്റെ സന്തോഷം കണ്ടോ? അവിടെ അവൻ മാത്രമേ ഉള്ളൂ. ആ ചെക്കനാണ് അവൾക്ക് അമ്മയെയും പപ്പയെയും കൊടുത്തത്. അവർ സന്തോഷമായി ജീവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കൾക്കായി. മേരി ആ തോളിലേക്ക് ചാരി നിന്നു. അയാൾ അവരെ ചേർത്ത് പിടിച്ചു. റോസ് ബൊക്കെ സെമിത്തേരിയിൽ വെച്ച് അവൾ കൈ കൂപ്പി പിടിച്ചു. ചുണ്ടുകൾ വിതുമ്പി. വല്യപ്പച്ചനെ ഞാൻ വെറുക്കത്തില്ല കേട്ടോ. എന്നും ഈ രൂപം അതെൻ്റെ മനസ്സിലുണ്ട്. ഇനിയും ഈ ഔസേപ്പിൻ്റെ കൊച്ചുമകളായാൽ മതി എനിക്ക്. ത്രേസ്യാമ്മയ്ക്ക് സന്തോഷം തോന്നി. സത്യങ്ങൾ അവൾ അറിഞ്ഞതിന് ശേഷം വല്യപ്പച്ചനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അന്ന് അവർ ഒന്ന് പേടിച്ചു. പക്ഷെ ഇന്ന് അവൾ തന്നെ ആ പേടിക്ക് ആശ്വാസവാക്ക് പകർന്നു. നിഷാനിക്ക് മന്ത്രകോടി ചുറ്റിക്കൊടുത്തത് നീരജയും മേരിക്കുട്ടിയാണ്. ഷോ ഹരി, പെണ്ണങ്ങ് വലുതായിപ്പോയി അല്ലേ? ഹരി ചിരിച്ചു. അവൾക്ക് അടുത്തേക്ക് ചെന്നു. ആ കണ്ണിലേക്ക് നോക്കി. എന്താ ഹരിയേട്ടാ? കവിൾത്തടത്തിൽ ഇരു കൈയും ചേർത്ത് വയ്ക്കുമ്പോൾ നിഷ കണ്ണുകൾ അടച്ചു. നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ അകന്നു മാറുമ്പോൾ ഹരിയുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നടന്ന് കാറിലേക്ക് കയറി. പള്ളിയിൽ നിന്നും റിസപ്ഷൻ ഹാളിലേക്ക് പോയി. സക്രിയയുടെ ബിസിനസ് ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ആനി, ഈ സാരിയിൽ നീ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. തിരക്കൊന്നൊഴിഞ്ഞതും ചെവിയിൽ ചുണ്ടടിപ്പിച്ച് അവൻ പറഞ്ഞു. അവളുടെ കവിൾത്തടങ്ങളിലെ നുണക്കുഴി ഒന്നുകൂടി വിടർന്നു വന്നു. കൊതിപ്പിക്കുവാണ് നീ എന്നെ? നിഷ കൈവച്ച് മുഖം പൊത്തി പിടിച്ചു.
ഡെന്നീസേ, എന്താണ്? ഹരി കളിയായി ചോദിച്ചു. പെട്ടെന്ന് ഹാളിലേക്ക് കയറി വരുന്ന എഡിൻ. ഇച്ചായ? ഒന്നുമില്ല പൊന്ന. നിഷ ഡെന്നിയുടെ മേൽക്കൈയിൽ മുറുകെ പിടിച്ചു. ഹാപ്പി മാരീഡ് ലൈഫ് ഇച്ചായ. എഡിൻ കൈ നീട്ടി. ഡെന്നി അവനെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി. താങ്ക്സ് ഡാ. എഡിൻ നിഷയെ നോക്കി. ആ കണ്ണിൽ ഇന്നും അവൻ പേടി സ്വപ്നമാണ്. സോറി. കുറ്റബോധത്തിലാണ് പറഞ്ഞത്. അവൻ പോക്കറ്റിൽ നിന്നും ഒരു കുഞ്ഞു ബോക്സ് എടുത്തു. അവൾക്ക് എന്ത് ചെയ്യണം പറയണം എന്നറിയാൻ പറ്റുന്നില്ല. ഡെന്നി ചിരിക്കാനായി ആംഗ്യം കാട്ടിയതും അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ബോക്സ് വാങ്ങി. പണ്ടെങ്ങോ ഉള്ളിൽ കയറി കൂടിയവൾ ഇന്ന് ഇച്ചായന് മാത്രം സ്വന്തം. ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മിന്ന്. എഡിന് സഹിക്കാനാവാത്ത ഒരു വേദന തോന്നി. ആ സാറ് വന്നോ? ഇസബല്ലയുടെ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. കൊച്ചി ഇപ്പോഴാണോ വരുന്നത്? എന്താ താമസിച്ചേ? സോറി വല്യമ്മച്ചി, അനിയത്തിക്കുട്ടിയുടെ സ്പീച്ച് തെറാപ്പി നടക്കുക, അതിന് കൊണ്ടുപോയതാ, കുറച്ച് ലേറ്റായി. ആണോ? സാരില്ല മോളെ. ദേ ഡെന്നി, ഇത് നമ്മുടെ ഓഫീസിലെ പുതിയ സ്റ്റാഫാണ്. നിഷ കൊച്ചിനെ അറിയില്ലേ? അറിയാം ഈസ ചേച്ചി. ഫുഡ് കഴിച്ച് ഓരോരുത്തരായി പോയി തുടങ്ങി. ഹലോ സാറേ, ഞാനും ഉണ്ട്. കാറിലേക്ക് കയറാൻ നിന്നവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വിരുന്നുകാരനായി എത്തി. അതവൾ കണ്ടു. നീ ഒറ്റയ്ക്കല്ലേ വന്നത്? തിരികെ പോകാൻ കൂട്ടുവേണോ? അവൾ അടുത്തേക്ക് വന്നതും അവൻ ഡോറിൽ ചാരി നിന്നു. ഈ എഡിൻ്റെ കൂട്ട് അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദേ ഇസബല്ല, എൻ്റെ സ്വഭാവം നന്നായി അറിയാലോ. അറിയാം. ഈ മാറ്റത്തിനൊപ്പം എന്നെയും കൂടെ കൂട്ടുവോ? ഇനി അങ്ങോട്ട് ഒരുമിച്ച്. അവൻ മൗനമായി. അവൾ ആ കയ്യിൽ പിടുത്തമിട്ടു. പ്ലീസ്, നിന്റെ സ്വഭാവം ഒന്ന് നേരെയാകാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ഓരോ തവണ ബോധം പോലും ഇല്ലാതെ നിന്നെ കാണുമ്പോൾ ഉരുകിപ്പോയിട്ടുണ്ട് ഞാൻ. വാ പോകാം, എഡിൻ പറഞ്ഞു. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തതും ഇസബല്ല അകത്തേക്ക് എത്തി വലിഞ്ഞു നോക്കി. പോവാണേ വല്യമ്മച്ചി. അവൾ കൈ ഉയർത്തിക്കാട്ടിയതും ത്രേസ്യാമ്മ തലകുലുക്കി. അനിയത്തിക്ക് എന്താ? അപ്പനും അമ്മയൊക്കെ? അനിയത്തിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാ. 8th മന്തിൽ ജനിച്ചതാ. പിന്നെ പഠിച്ചതൊന്നും അവൾക്ക് ഓർമ്മയിരിക്കില്ല. അപ്പൻ മരിച്ചു. അമ്മയ്ക്ക് അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല. എല്ലാം എൻ്റെ ചുമതലയാ. അപ്പോൾ ഇത്രയും നാളും നീ എവിടെയാ ജോലി ചെയ്തേ? അത് ഒരു ഫൈനാൻസിൽ. അയാളുടെ സ്വഭാവം മോശമാ. പിന്നെ നമ്മൾ തൻ്റേടി ആയതുകൊണ്ട് പിടിച്ചു നിന്നു. കഴിഞ്ഞ മാസം സഹികെട്ട് ഞാൻ അവനെ അടിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. എഡിൻ ചിരിയോടെ തലകുലുക്കി. പിന്നെ വല്യമ്മച്ചിയാ ഈ ജോലി ഓഫർ ചെയ്തത്. പക്ഷേ ഇനി അവിടെ എൻ്റെ ആവശ്യമില്ലല്ലോ. മറ്റേതെങ്കിലും ജോലി നോക്കണം. അവനൊന്നും പറഞ്ഞില്ല. അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ വണ്ടി നിർത്തി. ജോലി നോക്കണ്ട, ഞാൻ വരാം. അമ്മയെ കാണാം, സംസാരിക്കാം. പക്ഷേ പിന്നീട് ഒരു സമയത്ത് എൻ്റെ സ്വഭാവത്തെ ചൊല്ലി കുറ്റപ്പെടുത്താൻ പാടില്ല. കഴിഞ്ഞത് മറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിഷാനിയെ വേദനയോടെ നോക്കി നിൽക്കുമ്പോഴാണ് നിന്റെ സാറേ വിളി കേൾക്കുന്നത്. എനിക്കത് വലിയ ആശ്വാസമായി, സന്തോഷവും. നാളെ വരുമോ? എന്നാ ഞാൻ കാത്തിരിക്കും. ബായ്. കാറ് മുന്നിലേക്ക് നീങ്ങുമ്പോൾ അവൾ കൈ വീശി കാണിക്കുന്നുണ്ട്. എഡിൻ വണ്ടി നിർത്തി. അവൾ ഓടി വന്നതും ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു പിടിച്ചു. ഇടുപ്പിലൂടെ കൈ ചുറ്റി വലിച്ചടുപ്പിച്ചതും അവൾ ഞെട്ടിപ്പോയി. ഇസ. ആ വിളിയിൽ പിടപ്പോടെ കണ്ണുകൾ ഉയർത്തി. അവൻ ചിരിക്കുന്നുണ്ട്. എന്താ ഇത്? പബ്ലിക് പ്ലേസ് ആണ്. ആണോ? എന്നാൽ എപ്പോഴാ തിരികെ തരിക? തരാം സാറേ, പക്ഷേ ഇപ്പോഴല്ല. അവൻ്റെ ചുണ്ടിലേക്ക് നോക്കിയാണ് പറഞ്ഞത്. അത്രയ്ക്ക് ആഗ്രഹമാണേൽ ഇപ്പോൾ ദേ ഇവിടെ ഒരെണ്ണം തരാം. കവിളിൽ അവൾ കൈവച്ചതും അവൻ കണ്ണടച്ചു. ഒരു തണുപ്പ് പോലെ. ചുണ്ടുകൾ അകന്നു മാറിയതുപോലും അവൻ അറിയുന്നില്ല. ദേ വിട് എഡ്വിൻ. വഴിയെ പോകുന്നവരൊക്കെ നോക്കുക. ഇന്നു മുതൽ നിന്റെ സെറ്റപ്പ് ഞാനാണോ എന്ന് ആലോചിച്ച് നട്ടം തിരിഞ്ഞു പോവുക നാട്ടുകാരി. ബൈബിളും മെഴുകുതിരിയും വാങ്ങി അവൾ വലത് കാൽ വെച്ച് അകത്തേക്ക് കയറി. ഡെന്നി മുണ്ടും മടക്കി കൊടുത്തു. നീ ഇത് എന്തിൻ്റെ പുറപ്പാടാ ചെക്ക? അരുണ ചോദിച്ചു. ഒന്ന് കിടക്കണം. എത്ര ദിവസമായിട്ടുള്ള ഓട്ടമാ. ഒരു സുഖ ഉറക്കം. ഹരി ഇളിച്ചുകൊണ്ടിരിക്കുവാണ്. അതെങ്ങനെ പറ്റും? റൂം ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഒന്ന് പോടി. അവളുടെ ഒരു ഡെക്കറേഷൻ. ഡെന്നി സ്റ്റെപ്പുകൾ കയറുമ്പോൾ നിഷയെ നോക്കി റൂമിലേക്ക് വരാൻ കണ്ണ് കാട്ടി. അവൾ നാണത്തോടെ തല താഴ്ത്തി പിടിച്ചു. എടാ ഡെന്നി, ആ മുണ്ടൊന്ന് താഴ്ത്തിയിട്. ഹരി ഉറക്കെയാണ് പറഞ്ഞത്. എല്ലാവരുടെയും ചിരി ഉയർന്നു. എൻ്റെ ഹരി, നമ്മൾക്ക് ഈ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അയ്യോ,
ആലോചിക്കാൻ വയ്യ. എങ്ങനാട് അപ്പനെ പൂച്ചയെ പോലെ ഇരുന്നിട്ട് ഇത്ര പെട്ടെന്ന്? എന്തായാലും നിന്റെ ഒരു പവർ അതെനിക്കില്ല. ഡെന്നി വിട്ടുകൊടുക്കാതെ പറഞ്ഞതും ഹരി സൈലൻ്റായി. നിഷാനി ഇത് എങ്ങോട്ടാ? അത് ഇച്ചായൻ്റെ അടുത്ത്. എന്താ ചേച്ചി? അവന് ഡെക്കറേഷൻ വേണ്ട, ആളിപ്പോഴേ ചെല്ലാൻ. ചെക്കനൊന്ന് കാത്തിരിക്കട്ടെ. നമ്മൾ പെണ്ണുങ്ങൾക്കും വിലയില്ലേ? ഇച്ചായൻ വഴക്ക് പറയോ? വഴക്ക് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നൈറ്റ് കട്ട് ചെയ്യാം. എന്താ? അയ്യോ അത് വേണ്ട. അമ്പടി കള്ളി. അരുണ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഇടയ്ക്ക് വരണം കേട്ടോ. ഹരിക്ക് നല്ല വിഷമമുണ്ട്. അവൻ്റെ പ്രാണനാ നീ. മോളെപ്പോലെ അവൻ സ്നേഹിച്ചതാ. എനിക്കറിയാം. വരും. എൻ്റെ വാവാച്ചിയെ നോക്കിക്കൊള്ളണം കേട്ടോ ചേച്ചി. രാത്രി അത്താഴം കഴിച്ച് എല്ലാവരും ഹാളിലിരുന്നു. നാളെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും, ഡെന്നി പറഞ്ഞു. മനു ഇങ്ങ് വന്നേടാ. ചെക്കനോടി അവൻ്റെ അരികിലേക്ക് ചെന്നു. ദാ ഇത് എൻ്റെ കുഞ്ഞളിയന് വേണ്ടിയുള്ളതാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബുള്ളറ്റിൻ്റെ കീ കയ്യിൽ കൊടുത്തതും മനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഇച്ചായ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആനിയെ കെട്ടിയില്ലേലും ഞാൻ നിൻ്റെ ഇച്ചായൻ തന്നെയാ. ഡെന്നി വല്യമ്മച്ചിയെ നോക്കി. സങ്കടത്തോടെ ഇരിക്കുവാണ് ആ പാവം. അവൻ അവരുടെ മടിയിൽ തലവെച്ച് കിടന്നതും ത്രേസ്യാമ്മ കണ്ണുകൾ പുറം കയ്യാൽ തുടച്ചു. ഞാൻ വാക്ക് തന്നിട്ടുണ്ട്. ആനി കൊച്ചിനെ വിളിക്കേണ്ട താമസം എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങളിങ്ങി വരും. അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവർ ചിരിച്ചു. ഡെന്നി റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടതും നിഷ ബെഡിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. നേരത്തെ എത്തിയോ? എന്താ പൊന്ന, ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞേ? അവൻ്റെ മുഖം വീർത്തിരുന്നു. അത് അരുണേച്ചി, ദേഷ്യപ്പെടലേ ഇച്ച. ചിണുങ്ങിക്കൊണ്ട് അവനെ വട്ടം ചുറ്റി പിടിച്ചു. നെഞ്ചിൽ മുഖമിട്ട് ഉരസി. അനി. അവളെ വാരിയെടുത്ത് ബെഡിലായി കിടത്തി. നാണത്തോടെ ചുവന്നു തുടുക്കുന്ന അവളിലെ സൗന്ദര്യം നോക്കിക്കണ്ടു. ഉറങ്ങിക്കോ, നെറ്റിയിൽ മുത്തിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. നിഷ മുറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. എന്തിനാ ഇച്ച ഉറങ്ങുന്നേ? ഇപ്പോൾ ലേറ്റ് ആവാതെ ഉറങ്ങിയാലല്ലേ നാളെ നേരത്തെ ഉണരാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റോ? ഡെന്നി ചുണ്ട് കടിച്ചു പിടിച്ചു. 20 വയസ്സുകാരിക്ക് ഇന്ന് തന്നെ അതും വേണോ? ആ വേണം. അവൻ്റെ കണ്ണുകൾ അവളിലൂടെ ചലിച്ചു. എന്തിനാ പൊന്ന ഈ നൈറ്റ് ഡ്രസ് ഇട്ടേ? ചേച്ചി തന്നതാ. ഇന്ന് ഇത് മതിയെന്ന് പറഞ്ഞു. ചേച്ചി അനിയത്തിയും മനുഷ്യനെ ചീത്തയാക്കും. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഡെന്നിയുടെ നോട്ടം അവളുടെ കുഞ്ഞു ചുണ്ടിലാണ്. അവൻ്റെ തല താഴ്ന്നു വന്നു. ആ ചുംബനത്തിൽ അവളൊന്ന് പൊങ്ങിപ്പോയി. പ്രണയത്തോടെ അവയെ ഒന്നാകെ നുണഞ്ഞെടുത്തു. അടർന്നു മാറാതെ ആ കുഞ്ഞു ശരീരത്തെ കയ്യിൽ വാരിയെടുത്ത് ഉയർത്തി. ഇച്ച, ആനി, നീ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ഇച്ചായൻ ഇത്രയും നാളും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പം എന്താ പറ്റിയേ? ഒന്നാമത് നീ കുഞ്ഞാണ്. ആ സമയത്ത് ഞാൻ ഇത്തിരി ക്രൂരമാകും. എൻ്റെ പ്രണയം താങ്ങാൻ നിനക്ക് കഴിയില്ല. വേദനിക്കും. ആ വേദനിക്കും. ഞാനേ നഴ്സാ. ഇതൊക്കെ എനിക്കറിയാം. പിന്നെ കുഞ്ഞൊന്നുമല്ല. 21 വയസ്സ് അടുത്ത മാസം തികയും. ഡെന്നി ചിരിയോടെ അവളെ ഒന്നുകൂടി മുറുകെ പിടിച്ചു. ഓക്കെ, ഇച്ചായനെ സ്വന്തമാക്കാനുള്ള വെപ്രാളമാണിത്. എനിക്ക് മനസ്സിലാകും. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവൾ എഴുന്നേറ്റിരുന്നു. ഡെന്നിയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു. എന്താ ഇച്ചാ തടസ്സം? അച്ഛൻ്റെ മുഖം അത് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം. എൻ്റെ ആനിയുടെ എല്ലാ മോഹവും സാധിച്ചു തരണം. അവസാന മോഹമായി എന്നിൽ അവസാനിക്കും ഈ ആനിക്കൊച്ച്. എൻ്റെ പ്രണയത്തിൽ മയങ്ങും ഈ കുഞ്ഞിപ്പെണ്ണ്. ഡെനിച്ച. അവളുടെ വെള്ളാരം കണ്ണുകൾ അവൻ്റെ മുഖമാകെ ഓടി നടന്നു. എന്തേ, അതല്ലേ നല്ലത്? ജന്മം തന്നവരെ കാണാനുള്ള മോഹമാണോ അതോ ഡെന്നീസ് എന്ന മോഹമാണോ ഏറ്റവും വലുത്? അവൻ്റെ ചോദ്യം ഉയരുമ്പോൾ അവൾക്ക് ഉത്തരം പറയാനില്ല. ഞാൻ എന്തു പറയൂ ഇച്ചാ? അമ്മയെ കാണിച്ചു തന്നത് എൻ്റെ ഇച്ചായന. അച്ഛൻ്റെ മുഖവും കാണിച്ചു തരാം എന്ന് പറയുന്നു. പക്ഷേ ഇവരെയൊക്കെ എനിക്ക് കിട്ടുന്നത് എൻ്റെ ഡെന്നീസിൽ നിന്നാ. നിങ്ങളിൽ ആരാ വലുതെന്നാ ഇച്ചായൻ ചോദിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയില്ലേ പൊന്ന? മനസ്സുകൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം കൂടി വാങ്ങാം. എന്നിട്ട് തുടങ്ങാം പുതിയൊരു ജീവിതം. പക്ഷേ ഉമ്മ തരാൻ പാടില്ലാന്ന് ഇല്ലല്ലോ ഇച്ചായ. എന്താ പെണ്ണെ, ഉമ്മ അത്രയ്ക്കിഷ്ടാണോ? എന്നാ പറയ്, എവിടെയാ വേണ്ടേ? അയ്യടാ, എനിക്ക് അത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേണ്ട.
പിൻഭാഗത്തെ ഷർട്ട് കുറച്ചുയർത്തിക്കൊണ്ട് അവളുടെ കുഞ്ഞു വിരലുകൾ എന്തിനെയോ പരതുന്നുണ്ട്. എന്താ പൊന്ന? ആ മായാമറുകിൽ വിരൽ വെച്ചുകൊണ്ട് മിഴികൾ ഉയർത്തി. ഐ ലവ് ദിസ് ഡെന്നിച്ച, ക്യാൻ ഐ ഗെറ്റ് എ കിസ് ഹിയർ? ഡെന്നി പുഞ്ചിരിച്ചു. ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ലിച്ച. അതിന് എന്നെ ഷർട്ടില്ലാതെ നീ കണ്ടിട്ടുണ്ടോ? കമിഴ്ന്ന് കിടന്ന് പില്ലോയിൽ തല ചരിച്ചു വെച്ചാണ് ഡെന്നി ചോദിച്ചത്. ശരിയാ അല്ലേ ഇച്ചായ? അവൻ്റെ ഷോൾഡറിന് താഴെ കാണുന്ന ആ വലിപ്പത്തിലുള്ള മറുകിനെ നാവിനാൽ ഉഴിഞ്ഞെടുത്തതും ഡെന്നി ഒന്ന് പുളഞ്ഞു പോയി. അനി, സോറി ഇച്ചായ, അന്ന് കടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു, പക്ഷേ അറിയാതെ പറ്റിയതാ. ആണോ പൊന്ന? എനിക്ക് വേദനിച്ചില്ല, ഒരുപാട് ഇഷ്ടായി. ചെറുനോവോടെ അവൻ വിളിച്ചു. അയ്യോ എൻ്റെ ഇച്ചായ, ലവ് ബൈറ്റാണ്, ഇഷ്ടാന്നല്ലേ പറഞ്ഞത്? ഡെന്നി അവളെ വലിച്ചെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തി പിടിച്ചു.